ഈ വെളിപ്പാടിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മൾ ആരെയാ വിശ്വസിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഈ കാരണം കൊണ്ടാണ് പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും സിംഹത്തിന്റെ മുൻപിലും പ്രതികൂലത്തിലും നിന്ദയിലും കാരാഗ്രഹത്തിലും വെല്ലുവിളികളിലും ഒക്കെ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യേശു കർത്താവ് ആരാണ്? പലർക്കും പല ഉത്തരങ്ങളാണ്. ഒരിക്കൽ യേശു തന്നെ ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? മത്തായി സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് 16-ാം വാക്യത്തിൽ 16:16 പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറയോനാ ശിമോനെ, നീ അനുഗ്രഹീതൻ, നീ ഭാഗ്യവാൻ. ജഡരക്തമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. എല്ലാവരും ഒന്ന് വാ തുറന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ഒരിക്കൽ കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ, ഒന്നുകൂടെ പറഞ്ഞ്, ജീവനുള്ള ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നവൻ, കൃപയും സത്യവുമായി തീർന്നവൻ, ഈ ഭൂമിയിൽ ഒരു തേജസ്സായി മാറിയവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. അതേ യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വാസ്തവത്തിൽ കർത്താവ് നിങ്ങളെ സ്നേഹിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ചത്. യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ചത്. ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് തന്റെ പുത്രനെ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഇതെല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുന്നതല്ല, ഇത് വെളിപ്പെടുത്തി തന്നതാണ്, ഇത് വെളിവാക്കി തന്നതാണ്. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അതരങ്ങൾ തുറന്ന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യേശു കർത്താവിന്റെ ജനനത്തിനൊക്കെ മുൻപ് തന്നെ പ്രവാചകനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിനകത്ത് പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഞാൻ യേശു ജീവനുള്ള ദൈവപുത്രൻ എന്ന് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ആരൊക്കെ അത് വെളിപ്പെടുത്തി എന്നുള്ളത് മാത്രം ഒന്ന് പറയാൻ പോവുകയാണ്. ഒന്നാമതായി, പിതാവായ ദൈവം ഇത് വെളിപ്പെടുത്തി. യേശു ജീവനുള്ള ദൈവമെന്നും അവൻ ദൈവത്തിന്റെ പുത്രനെന്നും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. സ്വർഗത്തിലെ ദൈവം ഇത് വെളിപ്പെടുത്തുകയാണ്. യേശു ദൈവത്തിന്റെ പ്രിയപുത്രൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. This is my beloved son. ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 17:5 കൂടെ ഒന്ന് നോക്കാവോ? അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം
അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ പിതാവായ ദൈവം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ദൂതന്മാർ ഇത് വെളിപ്പെടുത്തി, ദൈവദൂതന്മാർ ഇത് വെളിപ്പെടുത്തി. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം, ദൂതൻ പറയുകയാണ് മറിയത്തോട്, അവൻ വലിയവനാകും, യേശു വലിയവനാകും. ഇത് ദൂതന്മാർ പറഞ്ഞതാണ്. ദൂതൻ പറഞ്ഞു, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. And shall we call the son of the highest. ഹല്ലേലൂയ. അവനെ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കും. 35-ാമത്തെ വാക്യം കൂടെ നോക്കിയേ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പിതാവായ ദൈവം പരസ്യമായി വെളിപ്പെടുത്തി, യേശു ദൈവപുത്രൻ. ദൂതന്മാർ വെളിപ്പെടുത്തുന്നു, യേശു ജീവനുള്ള ദൈവപുത്രൻ. യേശു തന്നെ സെൽഫായും വ്യക്തിപരമായും ഒരു സാഹചര്യത്തിൽ ഇത് പറഞ്ഞു. അങ്ങനെ പലയിടത്തും കർത്താവ് ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ലായിരുന്നു. പിശാചും കർത്താവിന്റെ അടുക്ക വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിശാചിന് അറിയായിരുന്നു യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും. പിശാച് വന്ന് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവ് പിശാചിന്റെ മുമ്പിൽ അവനൊന്നും തെളിയിക്കാനില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു സമയത്ത് യേശു കർത്താവ് ഇത് താൻ തന്നെ വെളിപ്പെടുത്തി. അത് യോഹന്നാൻ 10:36 ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? യേശു തന്നെ പറയുകയാണ്, ഞാൻ പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവദൂഷണം പറയുകയല്ല. അതിന് 35, 36 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. 36-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട്, അപ്പോൾ യേശു തന്നെ പറഞ്ഞു, യേശു ആരാണ്? ദൈവത്തിന്റെ പുത്രൻ. ദൂതന്മാർ ഇത് ഡിക്ലെയർ ചെയ്യുന്നു, സ്വർഗം ഇത് ഡിക്ലെയർ ചെയ്യുന്നു, ഏഞ്ചൽസ് ഇത് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി പൈശാചിക ലോകം, ഡീമോണിക് വേൾഡ് ഇത് വിശ്വസിക്കുകയും ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. വായിക്കാം ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. ഭൂതങ്ങൾ എന്താണ് യേശുവിനെ വിളിച്ചത്? നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട്, പിശാചിനറിയാം അവൻ ക്രിസ്തുവാണെന്ന്, പിശാചിനറിയാം യേശു അഭിഷിക്തനാണെന്ന്, പിശാചിനറിയാം യേശു ദൈവവും ദൈവപുത്രനുമാണെന്ന്. അവ അറിയുക കൊണ്ട് മിണ്ടാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. പലപ്പോഴും ഞാനതാ നേരത്തെ പറഞ്ഞു, യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും വെളിപ്പെടുത്താൻ പലപ്പോഴും യേശു ആഗ്രഹിച്ചില്ല. അങ്ങനെ അത് വെളിപ്പെട്ടു പോയാൽ ദൈവത്തിന്റെ പദ്ധതി നടക്കില്ല, ക്രൂശീകരണം നടക്കില്ല. സ്വർഗീയ പദ്ധതികൾ ഈ ഭൂമിയിൽ ആ സമയത്ത് നിറവേറപ്പെടുകയില്ല. അതുകൊണ്ട് യേശു കർത്താവ് പലയിടത്തും ഒഴിഞ്ഞു മാറുന്നത് നമുക്കറിയാം. അപ്പവും മീനും വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, വലിയ അത്ഭുതം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ, ജനമെല്ലാം കൂടെ ചേർന്ന് യേശുവിനെ രാജാവാക്കുവാൻ ഭാവിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് ഡിസൈഡ് ചെയ്തു യേശുവിനെ രാജാവാക്കുവാൻ. ബൈബിൾ പറയുന്നു, അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോയി മലയിൽ കയറി ആ രാത്രിയിൽ പിതാവിനോടുകൂടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. കാരണം ജനം അവനെ രാജാവാക്കണ്ട, അവൻ അറിയാമായിരുന്നു അവൻ രാജാക്കന്മാരുടെ രാജാവും അവൻ രാജാതി രാജാവുമെന്ന്. ഹല്ലേലൂയ. അവൻ ദൈവമെന്ന്, അവൻ ദൈവപുത്രനെന്ന്. ഇനി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൈശാചിക ലോകം
ലോകം, ഡിമോണിക് വേൾഡ് യേശു ദൈവമെന്നും ദൈവപുത്രനെന്നും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നുപോയെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ആരാന്നറിയാമോ? ലഗ്യോൻ ബാധിച്ചവൻ. 6000 ഭൂതങ്ങൾ ഒറ്റ ശബ്ദത്തിൽ കോറസായി ചേർന്ന് പറയുകയാണ്, ദൈവപുത്ര, സൺ ഓഫ് ഗോഡ്, സമയത്തിന് മുൻപേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? കാരണം പിശാചുക്കൾക്ക് അറിയാം അവനെ തീർക്കേണ്ടത് യേശുവാണ്, അവനെ ജഡ്ജ് ചെയ്യുന്നത് യേശുവാണ്. കർത്താവായ യേശുവിന്റെ കൽപ്പനയാൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന ചെങ്ങലയാൽ ബന്ധിച്ച് ഇവറ്റകളെ തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ദിവസമുണ്ടാകും. സാത്താനും അവന്റെ കൂട്ടരും തീപ്പൊയ്കയിലേക്ക് വീഴുന്ന ഒരു ദിവസമുണ്ടാകും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, തന്റെ ദാസന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അപ്പോൾ പൈശാചിക ലോകം വിളംബരം ചെയ്യുന്നു, യേശു ദൈവപുത്രൻ. ദൂതന്മാർ അനൗൺസ് ചെയ്യുന്നു, യേശു ദൈവപുത്രൻ. പിതാവ് വെളിപ്പെടുത്തുന്നു, അവൻ ദൈവപുത്രൻ. യേശു തന്നെ താനും ഒരിക്കൽ പറഞ്ഞു, താൻ ദൈവപുത്രൻ. യോഹന്നാൻ 1:18 ബൈബിളിൽ ഏറ്റവും മനോഹരമായ ഒരു വചനമാണത്. എല്ലാ വാക്യങ്ങളും ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഒത്തിരി ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ ഈ ഭൂമിയിൽ കാണിച്ചു തന്നവനാണ്. ആ ദൈവത്തിന്റെ സ്നേഹം എന്താണ്, കരുതൽ എന്താണ്, ശക്തി എന്താണ്, മഹത്വം എന്താണ്, പ്രവൃത്തി എന്താണ് എന്ന് വെളിപ്പെടുത്തിയവനാണ് യേശു. ഈ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച പുള്ളിയില്ലേ ശൗൽ, നീ ആരാകുന്നു കർത്താവ്, ഹൂ യു ആർ ലോർഡ് എന്ന് ചോദിച്ച മനുഷ്യനില്ലേ, പിൽക്കാലത്ത് അദ്ദേഹം തന്നെ വെളിപ്പാടിൽ എഴുതി അതിന്റെ ഉത്തരം. അന്ന് ആ ചോദ്യം ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ പിന്നത്തേതിൽ പ്രാർത്ഥനയിൽ ആത്മതലങ്ങളിൽ 3-ാം സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെട്ട ഈ ദൈവ മനുഷ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചവൻ, അതിന്റെ ഉത്തരം പുള്ളി തന്നെ എഴുതി. കൊലോസ്യർ 1-ാം അധ്യായം 15 മുതൽ 22 വരെ, യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ പ്രതിമ കണ്ടാൽ നമ്മൾ ആരെ ഓർക്കും? ആ പ്രതിമ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മുഖമാണ്, ആ വ്യക്തിയുടെ രൂപമാണ്. യേശു കർത്താവ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും എന്ന് പൗലോസ് പറയുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനോട് ചോദിച്ചില്ലേ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? അബ്രഹാം ആരെന്നെങ്കിലും നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിനൊക്കെ മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ. ആദി മുതൽ ഹല്ലേലൂയ. അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. 16-ാമത്തെ വാക്യം, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സകലവും. എല്ലാവരും പറഞ്ഞു സകലമല്ല, സകലവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശു മുഖാന്തരവും യേശുവിനായും സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു സർവത്തിനും മുമ്പേ ഉള്ളവൻ, യേശു സകലത്തിനും ആധാരമായിരിക്കുന്നു. 18-ാമത്തെ വാക്യം, യേശു സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും യേശു മുൻപനാകേണ്ടതിന് യേശു കർത്താവ് ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. യേശുവിൽ സർവസമ്പൂർണതയും വസിപ്പാനും യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം
രക്തം കൊണ്ട് യേശു കർത്താവ് മുഖാന്തിരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശു ക്രിസ്തുവിനെ കൊണ്ട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആര് എന്ന് മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ യേശുവിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു കർത്താവ് ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരും വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ യേശു കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കും. യേശു ക്രിസ്തു ആര് എന്നുള്ള ഒരു റെവലേഷൻ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർ 1 നമുക്ക് നൽകി തന്നു, അല്ലേ? ഇനി കൊലോസ്യർ 2 വന്നേ, വീണ്ടും പറയുന്നു തീരത്തിൽ ഇത് യേശു ആരെന്നുള്ള തന്റെ റെവലേഷൻ. നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ച മനുഷ്യന് നല്ല വൃത്തിയായിട്ട് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു താൻ ആരാണ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയേ. യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഭാഗത്ത് താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊലോസ്യർ 2:9 പ്രകാരം മനസ്സിലാക്കണം, യേശുവിലാണ് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും. അപ്പോൾ വാ തുറന്ന് പറയണം, യേശു പൂർണ്ണതയുള്ള ദൈവം, പൂർണ്ണതയുള്ള ദൈവം. യേശു പരിപൂർണനായ ദൈവം, പരിപൂർണനായ ദൈവം. യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ പൂർണ്ണത, ഹല്ലേലൂയ, ഫുൾനെസ്, പൂർണ്ണത യേശുവിലുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഞങ്ങൾക്ക് പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനല്ല. യേശു ക്രിസ്തു ഞങ്ങൾക്കൊരാൾ ദൈവമല്ല. യേശു ക്രിസ്തു ഞങ്ങൾക്കൊരു മനുഷ്യനല്ല. യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിപൂർണതയുള്ള ദൈവമാണ്, പൂർണ്ണനാണ്, ഫുൾനെസ് ആണ്, നിറവാണ്. 10-ാമത്തെ വാക്യം നോക്കിയേ. 10-ാമത്തെ വാക്യത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ യേശുവിൽ നിങ്ങളും പരിപൂർണരാകുന്നു. യേശു കർത്താവിൽ നാം വരുമ്പോൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമില്ല, ഇവിടെ ആരാ പൂർണ്ണരായിട്ടുള്ളത്, ആരാ ഇവിടെ പരിപൂർണരായിട്ടുള്ളത്? മാനുഷിക തലങ്ങളിൽ അത് ആ ചിന്ത കറക്റ്റ് ആയിരിക്കാം. പക്ഷെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരും തലയായ ക്രിസ്തു, നിങ്ങളുടെ ഹെഡ്, നിങ്ങളുടെ ശിരസ്, നിങ്ങളുടെ തല ക്രിസ്തുവാണ് എങ്കിൽ അവനിൽ, ക്രിസ്തുവിൽ നിങ്ങളും പൂർണ്ണരായിരിക്കുന്നു. 12-ാമത്തെ വാക്യം നോക്കിയേ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും യേശുവിനെ മരിച്ചവർ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു നേടിയെടുത്തതെല്ലാം തന്റെ മക്കൾക്ക്, സഭയ്ക്ക് താൻ കൈമാറ്റം ചെയ്തു. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വിശ്വസിക്കുന്നവർക്ക് അവൻ കൈമാറ്റം ചെയ്തു. 13-ാമത്തെ വാക്യം നോക്കി. 13-ാമത്തെ വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ, യേശു, അവനോടുകൂടെ, യേശുവിനോടുകൂടെ ജീവിപ്പിച്ചു. പറയണം, ഈ വാക്ക് പറയണം, വചനം വാഗൊണ്ട് പറയണം. ജീവിപ്പിച്ചു. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം,
അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് സ്വന്തം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയണ എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവേ എന്ന അറിവില്ലായ്മയുടെ കാലത്ത് നിലത്ത് വീണ് കിടന്നുകൊണ്ട് കർത്താവായ യേശുവിനോട് ചോദിച്ച ഈ മനുഷ്യൻ അന്ന് കർത്താവ് ഇതൊന്നും വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും പിൽക്കാലത്ത് ഒരു അകാല പ്രജ പോലെ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദൈവമനുഷ്യൻ ഒരു വെളിപ്പാടിന്റെ കലവറയായി മാറി. യേശു ആര് എന്ന് വ്യക്തമായി മനുഷ്യന്, സഭയ്ക്ക് പൗലോസ് വെളിപ്പെടുത്തി കൊടുത്തു. ഈ വെളിപ്പാടിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മൾ ആരെയാ വിശ്വസിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഈ കാരണം കൊണ്ടാണ് പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും സിംഹത്തിന്റെ മുൻപിലും പ്രതികൂലത്തിലും നിന്ദയിലും കാരാഗ്രഹത്തിലും വെല്ലുവിളികളിലും ഒക്കെ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആരാ എന്നെ വിളിച്ചെന്ന് എനിക്കറിയാം. ഞാൻ ആരെയാ വിശ്വസിച്ചേക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആരെയാ വിശ്വസിച്ചേക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. കൊലോസ്യർ 1:15 മുതൽ 22 വരെ, കൊലോസ്യർ 2:9 മുതൽ 15 വരെ മനസ്സിരുത്തി വായിക്കണം, മനസ്സിരുത്തി പഠിക്കണം. നിങ്ങൾ ആരെയാ വിശ്വസിച്ചേക്കുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും.